അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ടൈം ടേബിൾ, വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ശഅബാൻ 15-ന് നോമ്പായതുകൊണ്ട് അന്നത്തെ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് 24-ലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തിരുത്തിയ പുതിയ ടൈം ടേബിളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പൊതുപരീക്ഷ ക്ലാസ് ഉണ്ടാകില്ല, കാരണം 5, 7, 10, +2 ഇവരൊക്കെ പൊതുപരീക്ഷ വിദ്യാർത്ഥികളാണ്. ഇവരല്ലാത്ത മറ്റു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് വാർഷിക പരീക്ഷ ഉള്ളത്. ആദ്യം തുടങ്ങുന്നത് 16-ാം തീയതിയാണ് കേട്ടോ, അതായത് ഞായറാഴ്ച, യൗമുൽ അഹദ്. സാധാ പോലെ തന്നെ 6 മുതൽ 8:30 വരെയാണ് പരീക്ഷ. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ പരീക്ഷയുണ്ട്. ദുറൂസ് അറബി മലയാളമാണ്. അതിൽ വായന ഉണ്ടാകും, അതുപോലെ എഴുത്തുണ്ടാകും, തഫ്ഹീമിലുള്ളതുപോലെ തന്നെ. പിന്നെ 2-ാം ക്ലാസ്സിനൊന്ന് പരീക്ഷയില്ല. 3-ാം ക്ലാസ്സിന് ഫിഖഹാണ് വിഷയം. ഫിഖിൽ നല്ല പാടുണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. 4 അഖീദ, 6 ദുറൂസുൽ ഇഹ്സാൻ, 8 ലിസാനുൽ ഖുർആൻ, 9 താരീഖ്, പിന്നെ +1 ഫിഖ്. പിന്നെ 2-ാം ദിവസം തിങ്കളാഴ്ച 17/2/2025 പരീക്ഷ. സമയം അത് തന്നെയാണ്. അന്ന് 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദീനിയാത്തും അതുപോലെ അഖ്ലാഖ് വൽ ഇംലാ ചോദ്യം ചോദിക്കലുണ്ടാകും, അതുപോലെ കേട്ടെഴുത്തും ഉണ്ടാകും. രണ്ടും ഒന്നിച്ച് തന്നെ ആയിരിക്കും. പിന്നെ 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അന്ന് അഖീദയാണ്. 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് താരീഖ്. 4-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അഖ്ലാഖാണ് വിഷയം. 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനുൽ ഖുർആൻ. ബാക്കിയുള്ള ക്ലാസ്സുകൾക്കന്ന് പരീക്ഷയില്ല. പിന്നെ 18-ാം തീയതിയാണ്. 18-ാം തീയതി ചൊവ്വാഴ്ചയായിട്ടാണ് വരിക. പരീക്ഷാ സമയം മാറ്റമില്ല. 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ പരീക്ഷയില്ല, അവസാനമാണ് പരീക്ഷ. 2-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനുൽ ഖുർആനും, 3 അഖീദ, 4 തജ്വീദ്. തജ്വീദൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 4 കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം തജ്വീദിലെ കുറേ നിയമങ്ങൾ 4-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. 6-ാം ക്ലാസ്സിൽ ഫിഖഹാണ് വിഷയം. കുറേ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് പരീക്ഷയില്ല. പിന്നെ 19-ാം തീയതി അന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച സമയം മാറ്റമില്ല, അത് തന്നെയാണ് സമയം. 1-ന് പരീക്ഷയില്ല, 2-ന് ഫിഖഹാണ് വിഷയം. 3-ാം ക്ലാസ്സിന് തജ്വീദ്, 4-ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആനാണ്. ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് അന്ന് പരീക്ഷയില്ല. വെറും 3 ക്ലാസ്സുകൾക്കാണ് അന്ന് പരീക്ഷയുള്ളത്. പിന്നെ 20-ാം തീയതി അന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഖുർആൻ ഹിഫ്ളാണ്, ഓറൽ പരീക്ഷകൾ. 2, 3, 4, 6 ഈ കാണുന്ന 4 ക്ലാസ്സുകൾക്കാണ് പരീക്ഷയുള്ളത്. സമയം 6:30 to 8:30 വരെയാണ്. അപ്പോൾ ഖുർആനും അതുപോലെ ഹിഫ്ളുമായി ബന്ധപ്പെട്ട ദിക്റുകളും ദുആകളൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോകൾ. ആവശ്യമുള്ളവർ ഇതിൻ്റെ താഴെ ദിക്ർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ദുആ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വിട്ടുതരാം, പിൻ ചെയ്ത് വെക്കാം. അതുപോലെ എല്ലാ ക്ലാസ്സുകളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ 21-ാം തീയതി പരീക്ഷയില്ല, അന്ന് ജുമുഅയാണ്, അതായത് വെള്ളിയാഴ്ച ദിവസമാണ്. പിന്നെ 22-ാം തീയതി സബത്ത്, അതായത് ശനിയാഴ്ച. സമയം മാറ്റമില്ല. 1-നും പരീക്ഷയില്ല, 1-ാം ക്ലാസ്സിന് പരീക്ഷയില്ല. 2-ന് അഖ്ലാഖാണ് വിഷയം. 3-ഉം 4-ഉം അതുപോലെ ഇല്ല, പരീക്ഷയില്ല. 6-ാം ക്ലാസ്സിന് താരീഖ്. 8-ന് ദുറൂസുൽ ഇഹ്സാനാണ്, കുറച്ച് ടഫായ വിഷയമാണ്. 9 ഫിഖ്,
അതുപോലെ +1 ലിസാനുൽ ഖുർആനും. പിന്നെ 23-ാം തീയതി യൗമുൽ അഹദ് ഞായറാഴ്ചയാണ്. 1 പരീക്ഷയില്ല, 2 ഇല്ല. 3-ാം ക്ലാസ്ക്ക് ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആനിൻ്റെ നമ്മുടെ മോഡൽ ക്ലാസ്സുകളുണ്ട്. ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്താൽ മതി. 3-ാം ക്ലാസ്സിൻ്റെ മോഡൽ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ 4-ന് ഫിഖ്ഹാണ് വിഷയം. 6-ന് അന്ന് പരീക്ഷയില്ല. 8-ന് താരീഖാണ്. കുറേ ചരിത്രങ്ങളടങ്ങുന്ന കുറേ സ്വഹാബികളതും അതുപോലെ തന്നെ ഹഫീസത്തുൽ മിസ്രിയ അങ്ങനെ തുടങ്ങുന്ന മഹദിമാരെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ 9 ദുറൂസുൽ ഇഹ്സാനും +1-ന് തഫ്സീറുമാണ്. ഇനി തിങ്കളാഴ്ചയാണ് അവസാന പരീക്ഷ. 24-ാം തീയതിയാണ്. അന്ന് 1-ാം ക്ലാസ്സിന് തഫ്ഹീമു തിലാവയാണ്. അതിൽ വായന ഉണ്ടാകും, എഴുത്തും ഉണ്ടാകും, രണ്ടും ഉൾപ്പെടും. ഒരു പേപ്പറിൽ തന്നെ 2 ഭാഗങ്ങളിൽ വായനാ പരീക്ഷയും എഴുത്തു പരീക്ഷയും. 2-ാം ക്ലാസ് പരീക്ഷയില്ല. 3-ാം ക്ലാസ്സിന് അഖ്ലാഖാണ് വിഷയം. 4-ാം ക്ലാസ്സിന് താരീഖും. 6 പരീക്ഷയില്ല. 8-ന് ഫിഖ്ഹാണ് വിഷയം. ഫിഖ്ഹിൽ മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ നന്നായി പഠിക്കണം. ലിസാനുൽ ഖുർആന് 9-ാം ക്ലാസ്സിന്. പിന്നെ +1-ന് ദുറൂസുൽ ഇഹ്സാനാണ് അന്ന് പരീക്ഷ ഉള്ളത്. അപ്പോൾ ഇതിലൊക്കെ ഖുർആൻ പരീക്ഷയും അതുപോലെ എഴുത്ത് പരീക്ഷകളും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എഴുതുമ്പോൾ നിങ്ങൾ നീലമഷി കൊണ്ട് എഴുതണം, ഒരിക്കലും എന്ത് ചെയ്യരുത് കറുപ്പ് മഷി കൊണ്ട് എഴുതരുത്. കാരണം പെട്ടെന്ന് കണ്ണിൽ പിടിക്കാത്തൊരു മഷിയാണ് കറുപ്പ് മഷി. അതുപോലെ തന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനും അതുപോലെ തന്നെ പഠിച്ച ഉത്തരം ആ സമയത്ത് മറന്നുപോയാൽ നിങ്ങൾ ചൊല്ലേണ്ട ദിക്ർ ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ മുബ്ദിഉ യാ മുഈദു ദക്കിർനി മാ നസീതു. ഈ ദിക്ർ ആവശ്യമുള്ളവർ താഴെ ദിക്ർ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. പരീക്ഷ ദിക്ർ എന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ താഴെ എഴുതി ഇട്ടുതരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.